മുടിയുണ്ട്, പക്ഷേ വലിപ്പം കുറവാണോടി. എനിക്ക് തോന്നുന്നു ചെറുതാണ്. നീ ഒന്ന് നോക്കിയടി. ഏയ് എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. ആവശ്യത്തിന് വണ്ണവും നല്ല നിറവും കുട്ടായിക്ക് തരും. ഫോട്ടോയെ കണ്ടിട്ടൊന്നും അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്നേ. ജോഡിച്ചാന് ഫോട്ടോ കണ്ടപ്പോൾ എന്നാ കളറായിരുന്നു. അതെ അതെ. ഞങ്ങൾ മറ്റന്നാൾ, അതായത് ഈ വരുന്ന 27-ാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രൈവറടക്കം 9 പേരെ ഉണ്ടാവത്തുള്ളൂ. അതെ അതെ അതെ, അത് അച്ഛൻ്റെ വരെ നടക്കും തോന്നുന്നില്ല. അദ്ദേഹം ധ്യാനത്തിൻ്റെ തിരക്കിലാണല്ലോ. ഉവ്വ ഉവ്വ. ഞങ്ങൾ എന്തായാലും വിളിച്ചിട്ടേ വരത്തുള്ളൂ. ഹലോ, ഞാനേ നമ്മുടെ ഗോപിയുടെ വീട്ടിലിരിക്കുക. വന്നോ? എടി, പിന്നെ നമ്മുടെ കടപ്പളാമറ്റത്തെ നമ്മുടെ ശ്രീവാസനുണ്ടല്ലോ, അവന് പെണ്ണ് കിട്ടിയടി. ഷൈനിയാ. എന്നാ മേടിച്ചാടി കെട്ടുന്നേ? ഒന്നും മേടിക്കുന്നില്ല ഏട്ടത്തി, മോന്റെ ഇഷ്ടേ നോക്കിയുള്ളൂ. ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുവാ. ചേട്ടത്തി ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി പുഴുക്ക് കഴിച്ചേച്ച് പോവാം. യോ, എൻ്റെ ഒന്നു കുഞ്ഞേ വേണ്ട, പെട്ടെന്ന് എന്നില്ലേ അവള് കിടന്ന് ബഹളം വെക്കും. ഞാൻ കല്യാണം വിളിക്കാൻ വീട്ടിലേക്ക് വരണ്ടേ? ആയിക്കോട്ടെ. ഇതെന്നാ നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലാത്ത? കല്യാണത്തിന്റെ ഇനി എന്നൊക്കെ ചെയ്താലോ? അതെ. എന്നാലേ ഇനി നീ വിട്ടോ, ഞാൻ പൊക്കോളാം. ഹലോ ആരാ? ഞാൻ ഷൈനിയാണോ? അല്ല, ഞാൻ റിൻസിയാ. ഒരു മിനിറ്റ്, ഞാൻ വെച്ചിട്ട് കൊടുക്കാവേ. ആരാ മോനെ? അങ്കമാലി. ഹലോ, മോളെ. ഈ പോത്തിന്റെ കാര്യം എന്നാ ചെയ്യുന്നത്? പോത്തിന്റെ കാര്യം നമുക്ക് താഴെ ഉപ്പൊന്ന് ഭാഗമല്ലേ, അങ്ങോട്ട് പോയാൽ പാടത്ത് വളർത്തുന്ന നല്ല സുന്ദരം പോത്തിനെ കിട്ടും. ഒരു 2 മേടിച്ചങ്ങ് നിർത്താം നമുക്ക്. നമ്മുടെ വിവാഹോരുക്ക് ധ്യാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദാമ്പത്യ സ്നേഹം, ദാമ്പത്യ വിശ്വസ്തത, ഇവയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുക. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗികതയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ലൈംഗികത എന്താണെന്ന് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒത്തിരിയേറെ തെറ്റായ ധാരണകൾ, അബദ്ധധാരണകൾ ഒരുപാടുണ്ട്. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയിൽ ഏർപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ? വളരെ നല്ല ചോദ്യമാണ്. എന്താണ് മോന്റെ പേര്? മോൻസൺ. ഇരിക്കൂ. വിവാഹ ജീവിതത്തിന് വെളിയിൽ ലൈംഗികത ആരുപയോഗിച്ചാലും എങ്ങനെ ഉപയോഗിച്ചാലും തെറ്റാണ്. ആ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ശ്രീവാജ കെട്ടുമ്പോ സാറാണല്ലോ അല്ലേ? വൈദികന്റെ മുമ്പാകെയല്ല, ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പാകെയാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങൾ ഇപ്പോഴും ഏറ്റുപറയും. അച്ചോ, ഞാൻ ഇന്നേ വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഒരാളെ കൊണ്ടും ഇങ്ങോട്ട് മാറിക്കണം ശ്രീവാച്ച എന്നോ പറയാനുള്ള ഒരു ഇടം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാലോ ശ്രീവാച്ച. പക്ഷെ ഞാനിപ്പോൾ ഒരു ഭയങ്കര മനപ്രയാസത്തിലാണ് അച്ചോ. എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞേ. അച്ചോ, ഞാൻ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തെറ്റായ രീതി കണ്ടിട്ടില്ല. ഒരാളോട് മോശമായ രീതി പെരുമാറിയിട്ടുമില്ല. അതാണോ നിന്റെ പ്രശ്നം? അത് അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ടാ. നിസ്സാര കാര്യമല്ലെന്ന്, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എന്നാ നീ പറഞ്ഞു തന്നെ? അച്ചോ, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ആലോചിക്കുമ്പോൾ തന്നെ കയ്യും കാലം പറിക്കുമെന്നേ. അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു നിസ്സാര കാര്യം ശ്രീവാച്ച. കല്യാണം കഴിക്കാൻ പോകുന്ന ഒട്ടുമിക്ക ആളുകൾക്കുമുള്ളൊരു പേടിയായത്. ആണിനുണ്ട് പെണ്ണിനുണ്ട്. ഇതൊരു തോന്നല. ഒന്നിച്ച് താമസിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. ശ്രീവാച്ച, നിന്നെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. എൻ്റെ റിൻസിക്ക് നിന്നെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. നീ ഇപ്പം ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങ. സങ്കീർത്തനം 112 അധ്യായം 2 പ്രാവശ്യം വായിച്ച് നീ വിശുദ്ധ കുർബാന അനുഭവിക്കും. ഞാൻ പ്രാർത്ഥിച്ചോളാം.